ഇന്ന് ഡോക്ടർ ടോക്സിൽ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച എൻ്റെ ഡോക്ടർ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. 2009 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ചേരുന്നത്. ഞാൻ ചേരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിലോ എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ ആരും തന്നെ MBBS ചെയ്തിട്ടില്ല. 200 താഴെ റാങ്ക് വാങ്ങിയാൽ മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടൂ, എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജ് ആയതുകൊണ്ട് ഈസിലി പോയി വരാമല്ലോ എന്ന് മാത്രമേ എനിക്കന്ന് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ പടച്ചോൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അന്ന് 86ാമത്തെ റാങ്ക് കിട്ടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടി. കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കേരളത്തിലെ ലാർജസ്റ്റ് മെഡിക്കൽ കോളേജല്ല, ഇന്ത്യയിലെ ലാർജസ്റ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെന്ന്. വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ 2011 എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് വന്നു. എൻ്റെ ഗ്രാൻഡ് മദറിന് ഒരു സ്ട്രോക്ക് വന്നു. എൻ്റെ കല്യാണം കാണണം എന്ന ആഗ്രഹം പറഞ്ഞു. അന്ന് മലബാറുകാരുടെ ഇടയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠനം കണക്കാം. എൻ്റെ വീട്ടുകാർക്ക് പോലും സത്യം പറഞ്ഞാൽ ആ പേടിയുള്ളൊരു കാലഘട്ടത്തിലാണ് ഷൗക്കാക്ക എൻ്റെ കല്യാണം കഴിക്കുന്നത്. ഭാഗ്യം കൊണ്ട് അവരുടെ വീട്ടുകാരാണെങ്കിലും ഷൗക്കാക്കാണെങ്കിലും എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. 2014 ആകുമ്പോഴത്തേനും കോഴ്സ് കഴിഞ്ഞു. പിന്നെ 2015 ഓൺവേർഡ്സ് അഭിമാനത്തോടെ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പിട്ട് വർക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് അഥവാ ഹൗസ് ഏജൻസിയാണ് ചെയ്യുക. ഹൗസ് ഏജൻസിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതിൻ്റെ അനുഭവങ്ങൾ പഠിച്ചെടുക്കണം. അപ്പം അതിലൊരു 10% നമ്മൾ പുറത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയും, അതിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടിയ റോട്ട പ്രകാരം എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ ഔട്ട്സൈഡുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലായിരുന്നു. അപ്പം എൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ കൊളീഗായിട്ടുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞ ആയുർവേദ കഴിഞ്ഞ ചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയത്. അപ്പം അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനടുത്ത് പോയി ചോദിച്ചു. കാരണം പകൽ ഡ്യൂട്ടി നമുക്ക് പ്രശ്നമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത്, നമ്മളെ നോളജ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ രാത്രി ഡ്യൂട്ടിയിൽ നമ്മൾ ഒറ്റക്കാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു എന്തൊക്കെയായിരുന്നു ഇന്നലെ വന്ന കേസസ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്ന് ഈ പ്രദേശത്തൊരു മരണം ഉണ്ടായിരുന്നു, അപ്പം അത് സ്ഥിരീകരിക്കാൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. നമുക്ക് നോളേജൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ആദ്യമായിട്ട് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷനാണ്. സത്യം പറയല്ലോ, അന്നത്തെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ഒരുപാട് പേടിച്ചാണ് എടുത്തത്. പക്ഷേ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ സമാധാനത്തിൽ കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം ഞാൻ വീട്ടിൽ ലീവിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രദേശത്തൊരു പ്രായമായ 98 വയസ്സായ അമ്മച്ചി മരിച്ചിട്ടുണ്ട്, അവരുടെ ഡെത്ത് കൺഫർമേഷൻ നിനക്ക് പോകാൻ പറ്റുമെന്ന്. അന്ന് എൻ്റെ കയ്യിൽ ഒരു സ്റ്റെത്തും ഒരു ടോർച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ക്ലിനിക്കൽ നോളേജ് വെച്ച് അവരുടെ ഡെത്ത് ഞാൻ കൺഫേം ചെയ്തു. സത്യം പറയാലോ, ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, എൻ്റെ ക്ലിനിക്കൽ നോളേജ് ഒറ്റ തെറ്റി പോയിട്ട് അവരൊക്കെ എണീറ്റ് വരുമോ, എന്നാൽ പിന്നെ ഞാൻ അത്രയും കാലം പഠിച്ചത് കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചതിൻ്റെ എല്ലാ വാല്യൂടെ തന്നെ പിന്നീട് അങ്ങോട്ടൊരു ജീവിതം മുന്നോട്ട് പോയി. കോഴ്സ് കഴിഞ്ഞ് ഹൗസ് സർജൻ കഴിഞ്ഞപ്പം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എൻ്റെ തുടക്കം. അതുമാത്രമല്ല ആ സ്വകാര്യ ഹോസ്പിറ്റൽ ഒരു ചാരിറ്റി ബേസ്ഡുള്ള ഹോസ്പിറ്റലും കൂടിയായിരുന്നു. അവരുടെ ഭാഗമായിട്ട് ഒരുപാട് മെഡിക്കൽ ക്യാമ്പസിൽ പോവുക, പ്രസംഗിക്കുക, അതുപോലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അവരുടെ ഭാഗമായിട്ട് ലക്ഷദ്വീപിൽ പോകാനുള്ള അവസരം 3 പ്രാവശ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിൽ വെച്ച് നടന്നു. 2018 പരീക്ഷ എഴുതിയിട്ട് പിന്നെ UAE എത്തുകയായിരുന്നു ചെയ്തത്. UAE ഞാൻ എമർജൻസിയിൽ വർക്ക് ചെയ്തു, ഇൻപേഷ്യൻറ്റിൽ വർക്ക് ചെയ്തു, ICUയിൽ വർക്ക് ചെയ്തു, റീഹാബിലിറ്റേഷനിൽ വർക്ക് ചെയ്തു, സ്കൂൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ നന്നായിട്ട് ജീവിതം പോകുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് എമർജൻസി, അതുകൂടാണ്ട് എനിക്കൊരു പ്രൈവറ്റ് ക്ലിനിക്ക് പോലെ ഉണ്ട്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ബാക്കി കഥകൾ കാണാനും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം.